ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ പറ്റിയാണ്. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ ടാപ്പിലാണെങ്കിൽ എന്ത് പറഞ്ഞു? ഒരു റെക്ടിഫയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സെൻറ്റർ ടാപ്ഡ് പവർ ട്രാൻസ്ഫോമർ വേണം. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു എക്സ്ട്രാ വയറും കൂടെ കണക്ട് ചെയ്യണം. ആ വയറിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പാടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒരു സെൻറ്റർ ടാപ്ഡ് പവർ ട്രാൻസ്ഫോമർ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെക്ടിഫയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഫുൾ വേവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ് പറയുന്നത്. 4 ഡയോഡ് D1, D2, D3, D4 നമുക്ക് പേര് കൊടുക്കാം. അതിനെ ഒരു ബ്രിഡ്ജിൻ്റെ രൂപത്തിൽ നമ്മൾ കണക്ട് ചെയ്യും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2 ഡയോഡിൻ്റെ നെഗറ്റീവ് എൻഡ് ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. ബാക്കിയുള്ള 2 ഡയോഡിൻ്റെ പോസിറ്റീവ് എൻഡ്സ് വേറൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ 2 സെറ്റ് ഓഫ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയല്ലോ. ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയോഡിൻ്റെ നെഗറ്റീവ് എൻഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്ന ഏതായിരിക്കും? 2 ഡയോഡിൻ്റെ പോസിറ്റീവ് എൻഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ബ്രിഡ്ജിൽ നിങ്ങൾക്ക് അറിയാം ഒരു സ്ക്വയർ പോലത്തെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇനി എന്തുണ്ട്? 2 എൻഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ. ബാക്കി 2 എൻഡില്ലേ? ആ ബാക്കിയുള്ള 2 എൻഡ് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ പിയും ക്യൂവും ആണ് എന്തായിട്ട് വരുന്നത്? ഡയഗണലി ഓപ്പോസിറ്റ് പോയിന്റിലേക്കുള്ള കണക്ഷൻസ് വരുന്നത്. ഇനി ബാക്കി നമ്മൾ 2 നെഗറ്റീവ് പോയിൻറ്റ്സും അല്ലെങ്കിൽ 2 പോസിറ്റീവ് എൻഡ്സും കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിനിടയിലാണ് നമ്മൾ പ്രാക്ടിക്കലി കണക്ട് ചെയ്യുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഏത് റെസിസ്റ്ററിന് അക്രോസ് ആണോ അതിനെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് അല്ലാതെയുള്ള 2 പോയിൻ്റ് ഉണ്ടല്ലോ, അതിനിടയ്ക്കാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ക്ലിയർ ആയിരിക്കണം. കാര്യം നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. തിരിച്ച് വെച്ചാൽ ഡയോഡിൽ നിന്ന് പുകയൊക്കെ വന്നായിരിക്കും അവസാനം നിൽക്കുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, AC സപ്ലൈ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും വേവിൻ്റെ. അങ്ങനെ വരുമ്പോൾ എൻഡ് P എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു. എൻഡ് Q, താഴത്തെ എൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ Pയിലോട്ട് ഏതൊക്കെയാണ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് കണക്ഷൻ വരുന്നത്? D1ഉം D3. നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം, P എന്ന് കണക്ഷൻ വരുമ്പോൾ P ആണ് പോസിറ്റീവ് എങ്കിൽ D1ഉം D3 എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ D2ഉം D4ഉം എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഫോർവേഡ് ബയസ് ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യൂ? കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഡയോഡ് D1ഉം D3ഉം കണ്ടക്ട് ചെയ്യും. ഈ 2 ഡയോഡും എങ്ങനെയാണ്? ലോഡിൻ്റെ കണക്ഷനിൽ നിന്ന് എടുത്ത് നോക്കിയേ. ഇവിടെ താഴെ ഫിഗർ 4.34 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഈ A എന്നും B എന്നുള്ള 2 പോയിൻ്റ് ഇടയ്ക്കാണ് നമ്മൾ പ്രാക്ടിക്കലി ലോഡ് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിലെങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യണം? P എന്നുള്ള പോയിന്റിൽ നിന്ന് ഡയോഡ് D1ലൂടെ പാസ് ചെയ്ത് പോയിന്റ് Aയിലെത്തി. A ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് RL ലോഡ് റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ Aയിലൂടെ കറണ്ട് പോയി ലോഡ് റെസിസ്റ്ററിലൂടെ കയറി B എന്നുള്ള പോയിന്റിലെത്തി. അതിൽ നിന്ന് D3ലൂടെ പാസ് ചെയ്ത് തിരിച്ച് Qയിലെത്തും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? D1ഉം D3യും സീരീസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന 2 ഡയോഡാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു DC ആയില്ലേ? ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് AC മാറി എന്തായി? DC ആയി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോഴെന്ത് സംഭവിക്കും? എൻഡ് P എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും, എൻഡ് Q എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അവിടെ ഫോർവേഡ് ബയസ് ആവുന്നത്? എൻഡ് P നെഗറ്റീവ് ആകുമ്പോൾ ഏതൊക്കെയായിരിക്കും? D2ഉം D4ഉം ഫോർവേഡ് ബയസ് ആവും. അതിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. D1ഉം D3 എന്താവും? എൻഡ് P നെഗറ്റീവ് ആകുമ്പം റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യൂല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ നോക്കി എങ്ങനെയാണ് ആ കറണ്ട് ഫ്ലോ വരുന്നതെന്ന്. P എന്നുള്ളത് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ വരും കറണ്ട് ഫ്ലോ വരയ്ക്കുമ്പോൾ? P എന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, Qയിലൂടെ പോയി D2 എന്നുള്ളത് ഫോർവേഡ് ബയസ്ഡ് ആണ്, അവിടെ കണ്ടക്ട് ചെയ്യും. എഗെയിൻ A എന്നുള്ള പോയിൻറ്റും RL എന്നുള്ള ലോഡും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒറ്റ കണക്ഷനാണ് വരുന്നത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ്? Aയിൽ നിന്ന് ആ കറണ്ട് പാസ് ചെയ്ത് RLലൂടെ കയറി Bയിലൂടെ പോയി D4, അടുത്ത വീണ്ടും D4 ഫോർവേഡ് ബയസ്ഡാണ്, D4ലൂടെ കണ്ടക്ട് ചെയ്ത് വീണ്ടും ഇവിടെ എത്തും, Pയിലെത്തും. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ഡയോഡാണ് സീരീസിൽ കണ്ടക്ട് ചെയ്യുന്നത്? D2ഉം D4ഉം സീരീസായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ്സാണ്. അപ്പോൾ
അപ്പോൾ നമുക്ക് കറണ്ട് ഫ്ലോ നിങ്ങളത് ഷോ ചെയ്യണേ, പരീക്ഷയ്ക്ക് അത് മാർക്ക് ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? എയിൽ ബിയിലോട്ട് തന്നെയാണ്, അത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. അതും പോസിറ്റീവ് സൈക്കിളിൻ്റെ അതേപോലെ തന്നെയാണ് നെഗറ്റീവ് ഹയർ സൈക്കിളും കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സിംഗിൾ ഡയറക്ഷനാണ്. നമ്മൾ വീണ്ടും എന്ത് പറയും? ഡി സി ഔട്ട്പുട്ടായി. അത് എവിടെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? RL നെക്രോസാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ ഡയോഡിനും എത്രയായിരിക്കണം? ഇവിടെ മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമറിന് ഈക്വൽ ആയിരിക്കണം. ആദ്യം നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻഡ് പി എന്ന് പറയുന്നത് പോസിറ്റീവാണ്, എൻഡ് ക്യൂ നെഗറ്റീവാണ്. അങ്ങനത്തെ കണ്ടീഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഡയോഡ് D1ഉം D3 ഫോർവേഡ് ബയസ്ഡ് ആണ്, അതുപോലെ D2ഉം D4 റിവേഴ്സ് ബയസ്ഡ് ആണ്. ഇനി ഇതൊരു ഐഡിയൽ ഡയോഡാണ് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ D1ഉം D2 നമുക്കറിയാം. ഐഡിയൽ ഡയോഡിൻ്റെ കണ്ടീഷൻ എന്താണ്? റെസിസ്റ്റൻസ് ഒന്നും കാണൂല എന്നൊക്കെയുള്ളതാണ് നമ്മൾ പറയുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? D1ഉം D3 നമുക്ക് വയേഴ്സ് വെച്ച് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വയേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ സർക്യൂട്ട് എങ്ങനെയാവും? D1ഉം D3 എന്നുള്ളതിന് പകരം വയറായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ജസ്റ്റ് ഒരു പാത്തായിട്ട് കണ്ടോ D1ഉം D3 എന്നുള്ള എഴുതിയിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് സർക്യൂട്ടിലെ പോലെ വയേഴ്സേ വരച്ചിട്ടുള്ളൂ. ജസ്റ്റ് സ്ട്രൈറ്റ് ലൈൻസ് വെച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ സിമ്പൽ ഇവിടെ നിന്ന് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്യാം. റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? കണ്ടോ, ഈ സെക്കൻഡറി കോയിലിന് പാരലായിട്ടാണ് D2 എന്നുള്ള ഡയോഡ് വരും, D4 വരും, ബാക്കി രണ്ടും ഇല്ല. കാര്യം വയേഴ്സാണ്, അതിന് പകരം വയറുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി പറയാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടു റിവേഴ്സ് ബയസ്ഡ് ഡയോഡ്സ് എങ്ങനെയായിരിക്കും? സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമറിന് പാരലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ഡയോഡിൻ്റെയും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നത്? ഓരോ ഡയോഡിന് അക്രോസ് അല്ലേ ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും, കാര്യം പാരലാണ് കണക്ഷൻ. അപ്പം പി ക്യൂവിൻ്റെ ഇടയ്ക്കുള്ള അതേ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയായിരിക്കും D2ൻ്റെ അക്രോസും, അതുപോലെ തന്നെ ആയിരിക്കും D4ൻ്റെ അക്രോസും. അപ്പോൾ നമുക്ക് പറയാം അതുപോലെ അടുത്ത ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? D2ഉം D4ഉം ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ ഈ മുകളിലത്തെ സർക്യൂട്ടിൽ നമുക്ക് എന്ത് വരും? അതിന് രണ്ടിന് പകരം എന്ത് വരും? D1ഉം D3 ആണ് അവിടെ റിവേഴ്സ് ബയസ് ആവുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ അതിന് അക്രോസ് അടുത്ത ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കുക എന്തായിരിക്കും? D1ഉം D3 ആയിരിക്കും. എന്നിട്ട് നമുക്ക് പറയാം അവിടെയും റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് എന്തായിരിക്കും? D1ഉം D3 എന്ന് പറയുന്നത് ആ സെക്കൻഡറി വോൾട്ടേജ് VMന് ഈക്വൽ ആയിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെയല്ല, ഒരു ഹാഫിന് അക്രോസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ? ആദ്യത്തെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കാര്യത്തിൽ നമ്മൾ വേറെ കണ്ടീഷനാണ് പറഞ്ഞത്. PIV = 2VM എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്? PIV എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? VMന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നേരത്തെ പറഞ്ഞ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ ഹാഫേ ഇവിടെ വരുന്നുള്ളൂ, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? സെൻറ്റർ ടാപ്പിന് നമുക്ക് എന്ത് വേണം? സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യാൻ നമുക്ക് ആദ്യം ഒരു സെൻറ്റർ ടാപ്ഡായ ട്രാൻസ്ഫോമർ വേണം. പക്ഷേ ഇവിടെ എന്ത് വേണ്ട? നമുക്ക് ആ സെൻറ്റർ ടാപ്പ് നടുക്കുള്ള വയർ വേണ്ട ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാൻ. പിന്നെ അടുത്തത് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കിയേ, ഇതൊരു സീരീസ് ആയിട്ടാണ് ആ ഡയോഡ്സ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ആ ഫുൾ സെക്കൻഡറി വോൾട്ടേജ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഉള്ളതിൽ ഹാഫ് ആയിട്ടാണ് ആ സെക്കൻഡറി വോൾട്ടേജ്. രണ്ട് സെൻറ്റർ ടാപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ട് സെക്കൻഡറി വോൾട്ടേജ് കിട്ടാനാണ്. ഇവിടെ അങ്ങനെയല്ല, ഒറ്റ കണക്ഷനാണ്. അതിൽ P തൊട്ട് Q വരെയുള്ള ഒറ്റ വോൾട്ടേജാണ് സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനെക്കാട്ടി ട്വൈസ് ആയിരിക്കും. ഇനി അതുപോലെ അടുത്ത പറയാവുന്ന എന്താണ്? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്തായി? നേരത്തെ ഉള്ളതിനെക്കാട്ടി പകുതിയായി. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നേരത്തെ ഫുൾ വേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മതിയായിരുന്നു? സെൻറ്റർ ടാപ്പ് ചെയ്താൽ 2 ഡയോഡ് മതി. പക്ഷേ ഇവിടെ എന്ത് വേണം? 4 ഡയോഡ് വേണം. അതുപോലെ ഓരോ ഹാഫ് സൈക്കിളിലും എന്തായിരിക്കും? 2 ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് സീരീസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ, റെക്ടിഫയിങ് യൂണിറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ടാപ്പിനുള്ളതിനെ കാട്ടി ഇരട്ടിയായിരിക്കും എന്ത്? നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? 2 ഡയോഡ് ഉണ്ടെങ്കിൽ രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ നോക്കൂല വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 2 ഡയോഡ് സീരീസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായിരിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് മറ്റേതിനെക്കാട്ടി എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. നേരത്തെ ഉള്ള ഫുൾ വേവിനെ കാട്ടി ഇരട്ടിയായിരിക്കും, സെൻറ്റർ ടാപ്പിനെ കാട്ടി ഇരട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചെറിയൊരു വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഡയോഡിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ബാക്കി ഫ്ലോ ചെയ്യാൻ സർക്യൂട്ടിലൂടെ. അപ്പോൾ എന്തായിരിക്കും? അവസാനം ഔട്ട്പുട്ട് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ എന്തുണ്ട്? ബ്രിഡ്ജിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്.
കാര്യം സെൻറ്റർ ടാപ്പിലാണെങ്കിൽ ഒറ്റ ഡയോഡേ ഉള്ളൂ, അപ്പോൾ അതിന് അക്രോസേ വോൾട്ടേജ് ഡ്രോപ്പ് വരുള്ളൂ, ബാക്കി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിഡ്ജും നിങ്ങൾക്ക് ലാബിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കണേ.